ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരുന്ന മെസ്സേജസാണ്, അതായത് ട്രാവലറിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബസ് മാറ്റ് ഇൻഡോനേഷ്യ നമുക്ക് ട്രാവലർ അങ്ങനെ ആഡ് ചെയ്യാനുള്ള വീഡിയോ. അപ്പോൾ അതാണ് നമ്മൾ ഈസി ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമുക്ക് ട്രാവലർ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനോ അതേപോലെ തന്നെ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കിടക്കുന്ന ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ എവിടെ അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ എടുത്തതിന് ശേഷം ബസ് ഐ ഡി മോഡ് ഇന്ത്യ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ആപ്പ് വരും, മോഡ് ബസ് ഐ ഡി ഓൾ വെഹിക്കിൾസ് ഇന്ത്യ. അപ്പോൾ അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ നടുവിലൊരു ഏരോ കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ വണ്ടികൾ കാണാം. നമ്മുടെ കേരളത്തിലെ വണ്ടികൾ കുറേ വണ്ടികളുണ്ട്. നമ്മുടെ ലോക്കി ബൈയുടെ ബൈക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോറിക്ഷകളുണ്ട്, ഇന്നോവ ക്രിസ്റ്റ, പിന്നെ ബസ്, പിന്നെ അതുപോലെ തന്നെ സ്കോർപ്പിയോ, താറ്, ലോറി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കോർപ്പിയോയുടെ പുതിയ മോഡൽ, അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. മോഡിഫൈ ചെയ്തിട്ടുള്ള താറ്, പിന്നെ അതുപോലെ തന്നെ ഈ ബുൾജറ്റിൻ്റെ വണ്ടി, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഫസ്റ്റത്തെ പേജിൽ ട്രാവലർ ലോ എൻഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ലിവറികളാണ്. നമുക്ക് ഈ ലിവറിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ അടിയിലൊരു ഡൗൺലോഡ് ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലെ മീഡിയ ഫയലിൻ്റെ പേജിലാണ് എത്തുക. അപ്പോൾ ഇതേപോലെ ഒരു ഫയൽ കാണാം, ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ആയി തുടങ്ങും. ഏകദേശം 50 MB ആണ് സൈസ് വരുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡുകൾ സ്റ്റാർട്ട് ആയിട്ട്, അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മുടെ ബസ്സുമായിട്ട് ഇൻഡോനേഷ്യയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് നമ്മുടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ പേര് FHV21 എന്നായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ഫയൽസിൽ വന്നിട്ട് ആ ഒരു പേര് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാണ്. FH എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ മുകളിലൊരു ഫയൽ കാണാം, ട്രാവലറിൻ്റെ ഫയൽ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക സൈഡിൽ. അതിനുശേഷം അടിയിൽ 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ അമർത്തുക. ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, പിന്നെ അതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് എടുക്കുക, അതിനുശേഷം ബസ് ഐ ഡി എന്ന് പറഞ്ഞ ഫയൽ എടുക്കുക, അതിനുശേഷം മോഡ്സ് എടുക്കുക, അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയലിലൂടെ പേസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ട്രാവലർ കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കാം. നമ്മുടെ ട്രാവലർ ഈ കാണത്താണ്. അപ്പോൾ നമ്മൾ ഗെയിമിന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ലുക്ക് വരുന്നത് ഇതാണ്. നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ അടിപൊളിയായിട്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഹെഡ് ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ ലൈറ്റ് കത്തുന്നുണ്ട്. നമുക്ക് ഇൻറ്റീരിയർ വ്യൂ ഇട്ടൊന്ന് നോക്കാം. ഇൻറ്റീരിയറിൽ ചെറുതായിട്ട് കത്തുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രാവലറിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ട്രാവലർ ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഡോറുകളൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതേ ബാക്കിലത്തെ ഡോർ തോന്നുന്നുണ്ട്. അത് ഉള്ളിൽ ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ജസ്റ്റ് അടയ്ക്കാം. പിന്നെ ബാക്കിൻ്റെ അപ്പം ഈ ഒരു ഡോറും കൂടി തുറക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ നമുക്ക് ഇൻറ്റീരിയറിലാന്ന് തോന്നുന്നു. ഇൻറ്റീരിയറിൽ ഈ ഒരു സംഭവം, അതായത് കണ്ണാടയുടെ മുകളിലായ സംഭവം എന്താണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് ബാക്കിൽ ഇതേപോലെ ലേസർ ലൈറ്റ് പോലെ വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ലൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇൻറ്റീരിയറിലുണ്ടാവും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സംഭവം. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇഞ്ചി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ എവിടെ എന്തെങ്കിലും സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.